എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാമിലോട്ടാണ്. ഇത് യു എയിലാണ്. യു എയിൽ ഒരുപാട് ഫാമുണ്ട്. ഇത്രയും നാളിനിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാമിൽ പോകുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് കയറുമ്പോൾ ഈ കാണുന്ന സീറ്റിംഗ് ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്തൊരു കഫ്റ്റീരിയ പോലെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സ്പേസ് എവിടെ ഇങ്ങനെ ലാവിഷായിട്ട് നമുക്ക് ഇരുന്നിട്ട് എത്ര നേരം വേണമെങ്കിലും കാറ്റ് കൊള്ളാം. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ഒരു ഏരിയയൊക്കെ ഫ്രീ ആണ്. ഇവിടെ എത്ര വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഈവനിങ് ടൈമിലൊന്നും ഇരുന്ന് നല്ലൊരു കാറ്റൊക്കെ ഇങ്ങനെ തഴുകി തലോടി പോകും. അപ്പോൾ ഇതിനുള്ളിലോട്ട് നമുക്ക് പോവാം. ഇന്നില്ലാണ്ട് വെറുതെ വീട് പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കവനീജിലുള്ള എന്തോ ഒയാസിസ് ഡെസേർട്ട് ഒയാസിസ് ഫാമിലാണുള്ളത്. നമുക്ക് അകത്തോട്ട് പോയിട്ട് നോക്കാം. നാട്ടിലെ ട്രിവാൻഡ്രത്തൊരു മ്യൂസിയം ഉണ്ട്. അവിടെ ഇങ്ങനെ കുറേ ലോങ് ഒന്ന് കണ്ടതാ. അപ്പോൾ ഇവിടെ ഭയങ്കര അടുത്തിട്ട് എത്ര അടുത്താണെന്ന് വെച്ചാൽ കാണിച്ചത്. ഇത്ര അടുത്ത്. അങ്ങനെ പുറത്തധികം ഒന്നും ഞാൻ ചുറ്റിത്തിരിയാണ്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഫ്രീ എൻട്രി അല്ല, ചാർജാണ്. ചാർജ് ചെയ്യുന്നുണ്ട് അവർ 10 dirhams പെർ പേഴ്സണ്. പിന്നെ കിച്ചന് 5 dirhams ആണ്. അതോടൊപ്പം തന്നെ അതിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഇതിനും ഒരു 5 dirhams അവർ നമ്മളിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെയാണ്. ബട്ട് എന്തിനാണ് ഫീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ ഞാനിതിൻ്റെ എടുത്തോണ്ട് ഇങ്ങനെ ട്രോഫി കിട്ടിയാണൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല. ഫ്രീ ആയിട്ട് ഒരുപാട് അനിമൽസിനെ അവരിങ്ങനെ വിട്ടിട്ടുണ്ട്. എനിക്ക് പേടിയായിട്ടാണ് ഞാൻ മന്ദം മുന്നോട്ട് നടക്കുന്നത്. എനിക്കറിയില്ല. സത്യം പറയണ കിളിവായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടില്ലേ, ട്രോഫി പിടിച്ച് നിൽക്കുന്ന കണക്ക് ഞാനിതും കൊണ്ട് നട്ടം തിരിയുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം ഇത് എന്തിനാണിത്. ഇനി ഈ കഴുതയ്ക്ക് കൊടുക്കുകയാണോ കുതിരയ്ക്ക് കൊടുക്കുകയാണോ ഒന്നും അറിയില്ല. നോക്കാം എന്തായാലും. എൻ്റെ ലൈഫിൽ ഇതൊരു ആവിനെ കണ്ടിട്ടുണ്ട്, തൊട്ടിട്ടില്ല. തൊട്ടോക്കട്ടെ. ശരിയാണ് ഈ പറഞ്ഞത് കണക്ക്. ഞാൻ ആമീനെ ദൂരം നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ലൈഫിൽ റെയറായിട്ട് മാത്രമേ കാണലില്ലൂ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് തൊടാനും കഴിഞ്ഞത്. അപ്പോൾ ആമയ്ക്ക് ഇത് ഫീഡ് ചെയ്യുന്ന കാര്യം എനിക്ക് മനസ്സിൽ തന്നെ ആലോചിക്കുന്നില്ല. ഭയങ്കര പേടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പൊതുവേ എനിക്ക് ഈ പറയുന്ന സംഭവങ്ങൾ എന്താ പറയുക, എനിക്ക് അനിമൽസിനെ ഭയങ്കര പേടി. ഇങ്ങനത്തെ ജീവികളെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ പുറന്തോട് പിടിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചിട്ട് എന്താ പറയുക, നമുക്ക് ഈ അനിമൽസിനെ തൊടുമ്പോഴത്തേക്ക് ഒരു പെറ്റ് ഫീൽ ചെയ്യണം. അതുപോലെ ഉണ്ടായിട്ടില്ല. എന്നാലും പേടിയോടുകൂടി ചെറുതായിട്ട് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആമേൻ്റെ കാര്യത്തിൽ കേട്ടോ. ഇത്ര വലുതായതുകൊണ്ട് ഈ വീഡിയോയിൽ കാണണമല്ലോ കേട്ടോ. നല്ല വലുതായിരുന്നു, നല്ല വലിപ്പമുണ്ട്. അമ്മാതിരി വലിപ്പമാണ്. ഇത്ര ലോങ്ങിൽ നിന്ന് കാണുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാണ്ട് ഭയങ്കര വലിപ്പമായിരുന്നു. ആടിന്റെ കൂടെ നിൽക്കുന്നത് നാട്ടിൽ കുറെ ആടിനെ കണ്ടോളാ. ഇതൊക്കെ ഇപ്പൊ ചാടി പുറത്തൊരു കാണിച്ചു കഴിഞ്ഞപ്പോ ഇത്ര ചാടി ഇങ്ങോട്ട് വരും. പുറത്തിങ്ങോട്ടോ അതിന്റെ കുഞ്ഞാമാണ് മുട്ട് ഇവിടെ ഇട്ടിട്ട്. എനിക്ക് പേടി, ഞാൻ കൊടുക്കല്ലോ. ഇതൊന്നും തിന്നില്ല. ഇത് തിന്നില്ല. ഇത് പലരുടെയും ഫോണ് കടിച്ചു തിന്നിട്ടുണ്ട്. ഒട്ടൊക്കെ പക്ഷി അടുത്ത പോലെ ഇത് കഴിച്ചെടുക്കും ചിലപ്പോ. എന്റെ ചാറിക്കുട്ടിയുടെ തത്തുമ്മ, സാറുവിന്റെ തത്തു. ഇത് സാറിന്റെ തത്തു. എന്റെ ചാരമോളുടെ തത്തു.
സംഭവങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് മോട്ടറല്ലേ. മുയലാ. പ്രാവ് വീട്ടിൽ കണ്ട് മടുത്ത സാധനം. ആങ്ങളെടുത്തുണ്ട് 10-200 പ്രാവുണ്ടായിരുന്നു. അതെ അതെ, 10-200 പ്രാവുണ്ട്. ഇപ്പോൾ ആ സ്ഥലത്തൊരു 10 കോഴി ഉമ്മ വളർത്തുന്നുണ്ട്, അതെനിക്കറിയാം. പ്രാവിൻ്റെ കഥയൊക്കെ പോട്ടെ, നമ്മൾ അടുത്തതായിട്ട് കണ്ടതൊക്കെ ഒരേ മുയലാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്, ഒരു ജീവിയാണ് മുയലെന്ന് പറയുന്നത്. അപ്പോൾ അതിനിങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് പാവം അതിൻ്റെ പുറകിലുള്ളതിനൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനിലാട്ടോ ഇവിടെ പോയത്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഒന്നാമത് പേടിയാണ്. ഇതൊക്കെ തുറന്ന് ഇതിനൊക്കെ പിടിക്കാൻ കുഴപ്പമില്ല. പക്ഷേ എനിക്കെന്താണെന്നല്ല, ഭയങ്കര പേടിയായതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഇടയ്ക്കും മൂലയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റിയിട്ട് ഇതിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല പേടി. പക്ഷെ ഇതിനേക്കാളും ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം പുറകിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരൊറ്റ ചെവിയേ ഉള്ളൂ. അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. എനിക്കെന്നെ നേരച്ചെവി കാണാൻ കഴിഞ്ഞത് ഉള്ളിൽ കൂടി നോക്കിയിട്ടാണ്. എന്ത് ക്യൂട്ടല്ലേ ഈ മുയൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ക്യൂട്ടല്ലേ. ആ ക്യൂട്ടൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. ഇതെന്താ സാധനം എന്ന് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണത് എന്താന്ന്. ഇനി എന്താ പേര് പറയും? സോറി, എനിക്ക് ഇങ്ങനെ തരണ്ടേന്ന് അറിയില്ല. എന്താ പിടിച്ചോ. പാവം എങ്ങനെ കൊടുക്ക? ഇങ്ങനെ തരാം, ഇങ്ങനെ തരാം, ഇങ്ങനെ തരും. ഇങ്ങനെ കൊടുക്കും. പാവം എങ്ങനെ കൊടുക്കും? ഒരു ഐഡിയ ഇല്ല. ഇതേ തരട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. ആ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തു. എൻ്റെ പൊന്നോ, ഇതെന്ത് കടിച്ചു പറിക്കലാണ്. എനിക്ക് തോന്നുന്നു ഇതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല തോന്നുന്നു. അതായിരിക്കും ഇതിനെ ഫീഡ് ചെയ്യാനുള്ള ആ ഒരു വഴിയുടെ വെക്കാഞ്ഞത്. അത് ഡിഫിക്കൽട്ടിയുടെ ഇടയിൽ കൂടെ കൊടുത്തോണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ പല്ല് കണ്ടില്ലേ അമ്മോ, കടിച്ചു കഴിഞ്ഞാൽ അതോടെ തീർന്ന്. അയ്യോ, ഒരു കുഞ്ഞു താരം.
പേടിയാവോ? തീർന്നൊറ്റ വാങ്ങില്ല. തീർന്നു. ഇത് വലുതായിട്ട് വായ തുറക്കുന്നുണ്ട്. ഇവിടെ വേറെ ഒന്നും ഇല്ല തൊടാൻ. ഇതിൻ്റെ ഇടയിലൊക്കെ ഈ ചെമ്മരിയാടിൻ്റെ ഇടയിൽ കാണുന്ന കുഞ്ഞു കിടാവില്ലേ, ഇതിനാകെ 3 ദിവസം 4 ദിവസം കണ്ടൊക്കെ ആയിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞത്. ഇത് രസമല്ലേ? എല്ലാം എടുക്കാം. ഇതിന് ഞാൻ പിടിച്ച് പൊക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുമായിരിക്കില്ലേ, പേടി തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്കിതിനൊക്കെ തൊടാൻ പേടിയാണ്, എനിക്ക് കാണുമ്പോൾ പേടിയാന്നൊക്കെ. പക്ഷെ അതല്ല കേട്ടോ, ഇവിടെ വന്നിട്ട് ഒരു 10,000 പ്രാവശ്യം ഞാൻ പിടിക്കാൻ നോക്കി, എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് ഇതിനെ കയ്യിലെടുത്ത് ഉമ്മ വെക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്ര തടി കണക്ക് വളർന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ വലിയ പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്തതായിരുന്നു 2 അയ്യോ. സ്ഥലത്ത് ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കാൻ പറ്റിയിട്ട് പാരൻസിന് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ആണെന്ന് തോന്നുന്നു. ഈ ഒഴിഞ്ഞ വഴി കൂടെ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുന്നുണ്ടാകും. കുറച്ച് മുന്നേ നമ്മൾ കുറേ മുയലുകളെ കണ്ടില്ലേ, അപ്പോൾ അതിനെ കണ്ടിട്ട് കൂടൊക്കെ തുറന്ന് വെച്ചിട്ട് ആൾക്കാർ അതിനെ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വെറുതെ ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മനസ്സിലായി അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഉപദ്രവിക്കേണ്ടെന്ന്. അപ്പോൾ ആ മോഹം ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് കണ്ടില്ലേ, അതാണ്. എന്നിട്ട് ഞാൻ അതാണ്ട് ഇവരാട്ടുകുട്ടീനെ എടുത്തല്ലോ. ഉറങ്ങുവാ. നേരെ
നേരെ വീട് പിടിച്ചിട്ട് ഇവിടെ ഹോഴ്സ് റൈഡ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഫാമിൻ്റെ ഉള്ളിലല്ല കേട്ടോ, ഉള്ളിലല്ല മീൻസ് പുറത്തായിട്ടുള്ളൊരു ചെറിയൊരു മൈതാനം അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, അവിടെയാണ്. ഇത് അതിൻ്റെ പുറത്ത് എനിക്ക് തോന്നുന്നു അതിനെ ഈ റൈഡിങ്ങിനൊക്കെ ഉള്ള ഹോഴ്സ് തന്നെയാണെന്ന് അങ്ങനെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. അപ്പോൾ അത് ഭയങ്കര ഫണ്ണി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും അതാണ് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് പേടിയാണ്. ആകെ തല മാത്രം പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേടി അതിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ വാ തുറന്നൊക്കെ കാണിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ പേടിയായിട്ട് നിൽക്കായിരുന്നു. എനിക്ക് പേടിയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് മറ്റേ പ്ലീസ് ഡോണ്ട് കം. അല്ല എക്സ്ക്യൂസ് മീ, കം ഇതറ. അയ്യോ, ഞാൻ ഫസ്റ്റ് ടൈം കുതിരേൻ്റെ കണ്ണ് ഇത്ര അടുത്ത് കാണുന്നത്. നിങ്ങൾ കണ്ണൊക്കെ ഞാൻ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കഴുതാണ്. പേടിയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ അടുത്ത് നിൽക്കാം. തൊട്ടൊക്കെ മുടിയൊക്കെ തൊടേ. കാറ്റെനിക്ക് പേടി. പ്ലീസ് ഐ ആം സോറി, ഐ കാൻറ്റ് ടച്ച് യു. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ഫാമായിരുന്നു. അതിനകത്തുള്ള കാഴ്ചകളൊക്കെ ഏകദേശം കാണിച്ചിട്ടുണ്ട്. ഇത്രയും ആനിമൽസ് ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ലൈക്ക് എല്ലാം നല്ല എന്താ പറയുക, കുഴപ്പമില്ല. പേടിയൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അനിമൽസ്, ഈ പൂച്ച ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും പേടിയാണ്. ഫസ്റ്റ് ടൈമാണ് പേടിയില്ലാണ്ടെല്ലാം ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിവേസ് ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു, ഞാൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.